സദാനന്ദൻ പറയുകയാണ്, രക്ഷപ്പെടരുത്. സ്വന്തം മക്കളുടെ ഭാവി പോലും ആലോചിക്കാതെ തലതിരിഞ്ഞ് ഓരോരോ പ്രവർത്തികൾ കാട്ടുന്നത് ആരാടോ? താൻ എന്നെയും എന്റെ മോനെയുമല്ല പഴിക്കേണ്ടത്. സ്വന്തം ഭാര്യയെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് അവളുടെ കരണത്ത് അടിക്കണം. വിജയകുമാർ ചോദിക്കുകയാണ്, എന്നിട്ട് ഞാൻ ജയിലിൽ പോണോ? അവളുടെ മേല് നൊന്താൽ പിന്നെ കേസ് കോടതിയിലായിരിക്കും. അവിടെ സാക്ഷികൾ പിന്നെ എന്റെ മക്കളാണ്. അവരൊരിക്കലും എനിക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കില്ല. സദാനന്ദൻ ചോദിക്കുകയാണ്, താനൊക്കെ പിന്നെ എന്തിനാടോ ഇനി ജീവിച്ചിരിക്കുന്നത്? എന്നെ പോലുള്ളവർ ജീവിച്ചിരിക്കുന്നത് കൊണ്ടല്ലേടോ എന്ത് തോന്നിയാസം കാണിച്ചാലും ഇത്രയും കാലം താനും തന്റെ മോനും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള തന്റെ കുടുംബക്കാര് കാരണം എന്റെ മോന്റെ തലയിലെഴുത്ത് മാറ്റി കിട്ടിയല്ലോ. അവന് ജയിൽ പുള്ളി എന്നൊരു പേരും കിട്ടി. ഇനി നല്ലൊരു കുടുംബത്തിൽ നിന്നും പെണ്ണെടുക്കാൻ പോലും പറ്റില്ല. എടോ, വിവാഹപ്രായം കഴിഞ്ഞ ചെക്കനാണ് തന്റെ മോൻ. സമയത്ത് അവനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണമായിരുന്നു. എങ്കിൽ ഈ കുത്തഴിഞ്ഞ പോക്കിന് ഒരവസാനമുണ്ടായേനെ. ദേഷ്യം വന്ന് സദാനന്ദൻ പറയുകയാണ്, താൻ എന്റെ മോനെ എന്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞു തരേണ്ട. വീട്ടിൽ പോയിട്ട് ഭാര്യയോടൊന്ന് പറഞ്ഞേക്ക് മക്കളെയൊക്കെ ഒന്ന് നോക്കിക്കോളാൻ. ചിറകരിയുന്നത് വരെ ചിറകിനുള്ളിൽ ഒളിപ്പിക്കാൻ പറ്റൂ. വിജയകുമാർ പറയുകയാണ്, ഏത് തല്ലിപ്പൊളിക്കും സ്വന്തം മക്കളോട് കുറച്ച് ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ ഉണ്ടാകും. എനിക്കും അതുണ്ട്. പക്ഷേ താനിപ്പോ എന്റെ ഭാര്യയെ പറ്റി പറഞ്ഞില്ലേ? അവളുടെ ചിറകരിയുമെന്ന് പറഞ്ഞില്ലേ? അവളെ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലടോ. എന്റെ മോളെയും കൊല ചെയ്ത തനിക്കും തന്റെ മോനും അത് ചെയ്യാൻ വയ്യേ? കോടതിയിലേക്ക് വരാതിരിക്കേണ്ടത് അവളായിരുന്നു. അങ്ങനെയുള്ളപ്പോ അതല്ലേടോ ചെയ്യേണ്ടായിരുന്നത്? സദാനന്ദൻ പറയുകയാണ്, സ്വന്തം മക്കളുടെ ഭാവിക്കപ്പുറം ഒരമ്മയ്ക്ക് മറ്റൊന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മാർഗം തിരഞ്ഞെടുത്തത്. പക്ഷേ എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കളഞ്ഞു അവൾ. ദേഷ്യപ്പെട്ട് വിജയകുമാർ പറയുകയാണ്, താൻ ഒരിക്കലും പരാതി പറയാൻ വേണ്ടി ഇവിടേക്ക് വരരുത്. കുറച്ചു നാളത്തേക്ക് ഞാൻ ഇനി ഒരു കേസും എടുക്കുന്നില്ല. എന്നാ പിന്നെ താൻ ഈ വക്കീലാഫീസ് പൂട്ടടോ. സ്വന്തം വീട്ടിൽ പോലും നീതി നടപ്പാക്കാൻ കഴിയാത്ത താനൊക്കെ ഈ കറുത്ത കുപ്പായവും ഇട്ടോണ്ട് കോടതിയിൽ പോകുന്നത് എന്തിനാ? കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഭാഗ്യത്തിന്റെ പാർട്ട് കഴിഞ്ഞു. ഇനി തന്റെ ഊഴമാണ്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞേക്കവളോട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് സദാനന്ദൻ. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും ദീപയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തുകയാണ് ഭാഗ്യലക്ഷ്മിയും ദീപയും. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ശേഷം ഭാഗ്യലക്ഷ്മി ദീപയോട് പറയുകയാണ്, മോളെ, ഇനി ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട. സമൂഹത്തെ തിരുത്താൻ നമുക്ക് പറ്റില്ല. ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അത് കണ്ടു ചിരിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരുമാണ് കൂടുതൽ. നമുക്കൊപ്പം നിൽക്കുന്നവർ കുറവാണ്. ആ സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി. വാ എന്ന് പറയുമ്പോഴേക്കും വിജയകുമാറിന്റെ വണ്ടിയും അവിടേക്ക് എത്തുകയാണ്. വിജയകുമാറിനെ കണ്ട് ഭാഗ്യലക്ഷ്മി ദിയയോട് പറയുകയാണ്, മോളെയും കൊണ്ട് അകത്തു പോ. വാ ചേച്ചി എന്ന് വിളിക്കുകയാണ് ദിയ. അന്നേരം വണ്ടിയിൽ നിന്നും ഇറങ്ങിയ വിജയകുമാർ പറയുകയാണ്, ഒന്ന് നിന്നേ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതെ, എന്റെ മോൾക്ക് നല്ല തളർച്ചയുണ്ട്. തളർച്ചയുള്ളവൾ അവിടെ നിൽക്കട്ടെ, അവളോട് എനിക്കൊന്നും പറയാനില്ല. എന്നിട്ട് ദിയയോട് ചോദിക്കുകയാണ്, നിനക്കെന്താടി പറ്റിയത്? നീ എന്തിനാ ഇന്ന് കോടതിയിൽ പോയത്? എന്റെ അമ്മ സാക്ഷി പറഞ്ഞ കേസാണ്. അതിന്റെ വിധി എന്താണെന്ന് എനിക്കറിയണമായിരുന്നു. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എന്റെ മോള് കോടതിയിൽ പോയി. എതിർഭാഗത്തിന് വേണ്ടി നിങ്ങളാണ് വാദിച്ചത്. എന്നിട്ട് നിങ്ങൾ എന്താ പോകാതിരുന്നത്? തലകുനിച്ച് വിജയകുമാർ നിൽക്കുമ്പോൾ ദിയ പറയുകയാണ്, അച്ഛനറിയാം വിധി എന്താകുമെന്ന്. വിജയകുമാർ പറയുകയാണ്, കോടതി വിധി താൽക്കാലികമാണ്. കാർത്തി ജയിലിൽ നിന്നും പുറത്തിറങ്ങും. എന്നാൽ അതിനു മുമ്പ് മക്കളെയും അതിനെ വഴിതെറ്റിക്കുന്ന ഈ അവതാരത്തിനെയും തേടി മറ്റൊരു വിധി വരുന്നുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന സംസാരമാണ് നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ദിയ പറയുകയാണ്, അതിന് ഞാനല്ല തുടങ്ങി വെച്ചത്. പിന്നെ എന്നോടെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ആരെന്തു പറഞ്ഞാലും അത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അതിന് തക്കതായ മറുപടി കൊടുക്കണമെന്ന് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. വിജയകുമാർ ചോദിക്കുകയാണ്, അതിന്റെ ഫലം എന്തായിരുന്നു വില്ലേജ് ഓഫീസറെ? ഇപ്പൊ ഒരുത്തി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വന്നതല്ലേ ഉള്ളൂ. അതിന് എന്റെ മോള് ചെയ്ത തെറ്റിനല്ല അവൾക്ക് ശിക്ഷ കിട്ടിയത്. അതെ, അതല്ല, അവരുടെ അമ്മ ചെയ്ത പ്രവൃത്തികളാണ് മക്കളുടെ കുഴി തോണ്ടുന്നതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ദിയ ചോദിക്കുകയാണ്, എന്തിനാണ് വഴക്കിടാൻ മാത്രമായിട്ട് അച്ഛൻ ഇങ്ങോട്ട് വരുന്നത്? വിജയകുമാർ പറയുകയാണ്, ഞാൻ മിക്കവാറും മാറി നിൽക്കുകയാണല്ലോ. അന്യനെ പോലെ ഈ വീടിനകത്ത് ജീവിക്കുകയാണല്ലോ. ഞാൻ കോടതിയിൽ വരാതിരിക്കാൻ വേണ്ടി അവന്മാർ ഒരു പെൺകുട്ടിയെ ചെയ്യാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു. അതിന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് നിങ്ങളാണോ എന്നെനിക്ക് സംശയമുണ്ട്. വിജയകുമാർ പറയുകയാണ്, അതെ, ഈ വീടിന് മുന്നിൽ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്. അല്ലെങ്കിൽ തന്നെ അയൽക്കാരുടെ കണ്ണൊക്കെ ഇങ്ങോട്ടാണ്. അത്രയ്ക്ക് നല്ല പേരല്ലേ അമ്മയും മക്കളും കൂടി ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ദേഷ്യപ്പെട്ട് ദിയ പറയുകയാണ്, ഞങ്ങൾ പേരുദോഷം ഉണ്ടാക്കിയെങ്കിൽ അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ചേച്ചി വാ നടക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ദിയ പറയുകയാണ്, കോടതിയിൽ വെച്ച് ഞാൻ അവന്മാരെ ഏതാണ്ട് പറഞ്ഞു പോലും. ഇനിയും പറയും എന്ന് പറഞ്ഞ് ദീപയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് ദിയ. അകത്ത് പോയ ശേഷം ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അവന്മാർ സ്വന്തം മകളുടെ ജീവൻ എടുത്തപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ തട്ടിയില്ല.
അത് കേസായിരുന്നെങ്കിൽ അവിടെയും നിങ്ങൾ മകൾക്കെതിരെ വാദിച്ചേനെ കോടതിയിൽ. മകളുടെ മാനം കളഞ്ഞവന്മാരെ നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചേനെ. എന്തിനാ നിങ്ങൾ വക്കീലായതെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. അതെ, വക്കീലാണ്. ഇപ്പോ ഞാൻ വക്കീലാണ്. പക്ഷേ നിന്റെ ഭർത്താവായി തുടരുകയാണെങ്കിൽ നാളെ ഞാനൊരു വട്ടനാണ്. സമനില തെറ്റിയ വക്കീൽ. അങ്ങനെയായിരിക്കും ഇനി എന്നെ ലോകം അറിയാൻ പോകുന്നത്. എടുത്തു ഈ നശിച്ച ജീവിതം എന്ന് പറഞ്ഞ് കോട്ട് വലിച്ച് ദൂരേക്കെറിഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് വിജയകുമാർ. പിന്നീട് കാണിക്കുന്നത് ജയിലാണ്. അവിടെ വൃത്തിയാക്കുകയാണ് കാർത്തിയുടെ കൂട്ടുകാർ. പക്ഷെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് കാർത്തി. പെട്ടെന്നാകട്ടടാ എന്ന് ഒരു പോലീസ് വന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. കാർത്തി കൂട്ടുകാരോട് പറയുകയാണ്, വേണ്ടടാ, നിങ്ങൾ വൃത്തിയാക്കാനൊന്നും പോകണ്ട, ഇവിടെ വീട്ടിലെ പോലെ തന്നെ കഴിയാം. അതിനുള്ളതൊക്കെ അച്ഛൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അന്നേരം ഒരാൾ പറയുകയാണ്, പണക്കാരന്റെ മക്കൾക്ക് ജയിലിൽ വേറെ നിയമം ആണോടാ? അന്നേരം ദേഷ്യപ്പെട്ട് ചാടി അയാളുടെ അടുത്തേക്ക് ചെന്ന് കഴുത്തിന് പിടിച്ച ശേഷം കാർത്തി ചോദിക്കുകയാണ്, എടാ പോടാന്ന് വിളിക്കുന്നോടാ? അന്നേരം അയാൾ ദൂരേക്ക് നോക്കി അണ്ണാന്ന് വിളിക്കുകയാണ്. അന്നേരം അവിടേക്ക് എത്തുകയാണ് ജഗൻ. ജഗനെ കണ്ട് ആകെ ഒന്ന് ഭയപ്പെടുകയാണ് കാർത്തി. ജഗൻ പറയുകയാണ്, വിടടാ അവനെ. ഭയപ്പെട്ട് അയാളുടെ കോളറിൽ നിന്നും പിടിവിടുകയാണ് കാർത്തി. കാർത്തിയുടെ അടുത്തേക്ക് വന്ന് ജഗൻ ചോദിക്കുകയാണ്, ഇവൻ ചോദിച്ചതിൽ എന്താടാ തെറ്റ്? നിനക്ക് വേണ്ടി ജയിലിൽ നിയമം പൊളിച്ചെഴുതിയിട്ടുണ്ടോ? വീണ്ടും ജഗൻ ചോദിക്കുകയാണ്, എന്താടാ ഒന്നും മിണ്ടാത്തത്? ഉണ്ടോ? ഒന്നും മിണ്ടാതെ കാർത്തി നിൽക്കുമ്പോൾ ജഗൻ വീണ്ടും പറയുകയാണ്, ഇവന്റെ നാവ് താഴ്ന്നു പോയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കാർത്തിയെ അടിക്കുകയാണ് ജഗൻ. അടികൊണ്ട കാർത്തി ദൂരേക്ക് വീഴുകയാണ്. അന്നേരം കാർത്തിയുടെ കൂട്ടുകാർ ജഗനെ അടിക്കാൻ വരുമ്പോൾ അവരെ തടുക്കുകയാണ് ജഗൻ. ജഗൻ പറയുകയാണ്, വേണ്ട, മുമ്പ് കൊണ്ടത് ഓർമ്മയുണ്ടല്ലോ. അടികൊണ്ട് കാർത്തിയുടെ ചുണ്ടിൽ നിന്നും ചോര വരികയാണ്. വീണ്ടും കാർത്തിയുടെ അടുത്തേക്ക് അടുക്കുകയാണ് ജഗൻ. പോലീസ് വന്ന് തടുത്തിട്ട് പറയുകയാണ്, എടാ ജഗ, വേണ്ട. പോലീസിനെ തട്ടിമാറ്റി വീണ്ടും കാർത്തിയുടെ അടുത്തേക്ക് വരികയാണ് ജഗൻ. കാർത്തിയുടെ ഉടുപ്പിന് കുത്തിപ്പിടിച്ച ശേഷം ജഗൻ പറയുകയാണ്, ജയിലിൽ എല്ലാവർക്കും ഒരേ നിയമമാണ്. ഇവിടത്തെ നിയമങ്ങൾ നിന്റെ അച്ഛൻ സദാനന്ദൻ വിചാരിച്ചാൽ പോലും മാറില്ല, കേട്ടോടാ എന്ന് പറഞ്ഞ് വീണ്ടും കാർത്തിയെ അടിക്കുകയാണ് ജഗൻ. എടാ ജഗ, ഒന്നടങ്ങടാന്നും പറഞ്ഞ് പോലീസ് വന്ന് ജഗനെ പിടിച്ചു മാറ്റുകയാണ്. എന്നാൽ ആ പോലീസിനെയും വീണ്ടും തള്ളി മാറ്റുകയാണ് ജഗൻ. അടികൊണ്ട കാർത്തിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് കാർത്തിയുടെ കൂട്ടുകാർ. വീണ്ടും കാർത്തിയുടെ അടുത്തേക്ക് വന്ന് ജഗൻ പറയുകയാണ്, ചുണ്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്, മുഖത്തൊക്കെ പാടും വീണിട്ടുണ്ട്. എന്നിട്ട് കൂട്ടുകാരോട് പറയുകയാണ്, മരുന്നൊന്നും പുരട്ടേണ്ട, ഇനിയും കിട്ടാനുള്ളതല്ലേ. എല്ലാവരും പണിയെടുക്കുമ്പോൾ അങ്ങനെ ഒരുത്തൻ മാത്രം കാഴ്ചക്കാരാകണ്ട. അതിനുശേഷം ഒരു മൺവെട്ടിയെടുത്ത് കാർത്തിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ജഗൻ. കാർത്തി അത് വാങ്ങുന്നു. പക്ഷെ ജഗൻ പോകുമ്പോഴേക്കും കാർത്തി മൺവെട്ടി ദൂരേക്ക് എറിയുകയാണ്. അത് ജഗൻ കാണുന്നു. വീണ്ടും പോലീസുകാരൻ ജഗനോട് വന്ന് പറയുകയാണ്, അടി ഒരുപാട് കൊണ്ടതല്ലേ, ഇന്നത്തേക്ക് വിട്ടേരാ. വീണ്ടും കാർത്തിയെ നോക്കി ജഗൻ പറയുകയാണ്, അങ്ങനെ വിടേണ്ട കാര്യമൊന്നും ഇല്ല. ഷീബ എന്നൊരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് കൊന്നവനാണ് അവൻ. ഇപ്പോഴും അവന്റെ പെൺകുട്ടികളോടുള്ള അതിക്രമം അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് വെച്ച് ഇവനെ മര്യാദ പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടെന്ന് പുറത്തു വിടത്തുള്ളൂ. എന്താടാ നോക്കുന്നതെന്ന് പറഞ്ഞ് കാർത്തിയെ ഒന്ന് നോക്കിയിട്ട് പോവുകയാണ് ജഗൻ. പിന്നീട് ജയിൽ സൂപ്രണ്ടിന്റെ അടുത്തേക്ക് ഒരു പോലീസ് എത്തിയിട്ട് പറയുകയാണ്, സാർ, ആകെ കുഴപ്പമായി. സദാനന്ദൻ മുതലാളിയുടെ മോനെ പഞ്ഞിക്കിട്ടു. സൂപ്രണ്ട് ചോദിക്കുകയാണ്, ആര്? ബുള്ളറ്റ്. ജഗൻ സന്തോഷത്തോടു കൂടി സൂപ്രണ്ട് ചോദിക്കുകയാണ്, ആ, ശരിക്കും കിട്ടിയോടാ? അവനല്ലേ ആള്. 2 എണ്ണം കൊടുത്താലും കൊടുത്തതുപോലെ ഇരിക്കും സാർ. സദാനന്ദൻ മുതലാളി ഒരു കെട്ട് കയ്യിലോട്ട് തന്നിട്ട് ജയിൽ വീട് പോലെ ഇരിക്കണമെന്ന് പറഞ്ഞതാണ്. ഒന്നിനും ഒരു കുറവും വരുത്തരുതെന്ന്. ഇനിയിപ്പോ അയാൾ വരുമ്പോൾ പുറമെ പരിക്ക് വല്ലതും ഉണ്ടോടാ? മുഖമൊന്ന് ചുളുങ്ങിയിട്ടുണ്ട്. നാളെ എന്തായാലും നിവർന്നു വരും. അവന്റെ ഇടി അതുപോലെയാണല്ലോ. അവനെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമിടാന്ന് ചോദിക്കുകയാണ് സൂപ്രണ്ട്. പോലീസ് പറയുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ജയിലിലിട്ട് കൊല്ലാനും പറ്റില്ല. പുറത്തിറങ്ങിയാൽ അവൻ ജീവനോടെ നമ്മളെ കൊല്ലും. അതാ കുഴപ്പം. അതുമാത്രമല്ല, അവന്റെ സഹായികളായിട്ട് പലരും പുറത്തുണ്ട്. ഐജി ഉൾപ്പെടെ എല്ലാവരും അവന്റെ സഹായത്തിനുണ്ട്. അവനെ കാണാൻ അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടല്ലോ. ആ നേരത്ത് അവൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതും പ്രശ്നമല്ലേ? സദാനന്ദൻ മുതലാളി വരുമ്പോൾ സാറ് കാര്യം പറയുക. അയാളെ കൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ജയിലിനകത്തുള്ളവരൊക്കെ അവന്റെ കൂട്ടുകാരാണ് സാറേ. എന്ന് വെച്ചാൽ പുറത്തും അകത്തും അവൻ ഗുണ്ടയാണ്. സൂപ്രണ്ട് പറയുകയാണ്, നമ്മൾ ഇതിനകത്ത് ഇടപെടണ്ട. എങ്ങനെ ഇടപെടാതിരിക്കും സാർ? മറ്റ് ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്ന പരിഗണന മതി അവനും എന്നാണ് ബുള്ളറ്റ് ജഗൻ പറയുന്നത്. സൂപ്രണ്ട് പറയുകയാണ്, അവനറിയാതെ എന്തെങ്കിലും സഹായങ്ങൾ അവന് ചെയ്തു കൊടുക്കുക. ബുള്ളറ്റ് ജഗനേക്കാൾ തരികിടയാണ് സദാനന്ദന്റെ മകൻ. സദാനന്ദനും അങ്ങനെയാണല്ലോ സാറേ? അതെ, അവർക്കൊക്കെ കാശുമുണ്ട്, സ്വാധീനവുമുണ്ട്, നമ്മളെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് ഒരുമാതിരി പരുവത്തിന് പോകുന്നതാണ് നല്ലത്. ഞാനിനി കാർത്തിക്ക് തല്ല് കിട്ടാതെ നോക്കാം സാറേ. സൂപ്രണ്ട് പറയുകയാണ്, 2 എണ്ണം തനിക്ക് കിട്ടിയാലും അവന് കിട്ടരുത്. പുറത്തേക്ക് ഇറങ്ങിയ പോലീസുകാരൻ പറയുകയാണ്, അയാൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. അവന്റെ കയ്യിൽ നിന്നും ഒന്ന് കിട്ടിയാലേ സർവീസിൽ നിന്നും പിരിയുന്നതിന് മുമ്പേ മുകളിലോട്ട് പോകാം.
പിന്നീട് കാണിക്കുന്നത് ഭാഗ്യലക്ഷ്മിയോട് സംസാരിക്കുന്ന പ്രസാദിനെയാണ്. പ്രസാദ് പറയുകയാണ്, ഡോക്ടർ ഇക്ബാൽ മാഡത്തിനെയും കുടുംബത്തിനെയും അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദീപമോളുടെ ഭാവിയെക്കുറിച്ച് സംസാരിച്ചത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാനൊന്ന് കോടതിയിൽ പോയതിനെ എല്ലാവരും പുകഴ്ത്തി. പക്ഷെ അവരാരും എനിക്കൊരു തകർച്ച ഉണ്ടായപ്പോൾ കൂട്ടിനില്ലല്ലോ. കുറച്ചു പേർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പ്രസാദെ പ്രയോജനം? എന്റെ മോളുടെ ദേഹത്ത് വീണുപോയ ചെളി പെട്ടെന്നെങ്ങാനും കഴുകിക്കളയാൻ പറ്റുമോ? കോടതിയിൽ പോകണ്ടെന്ന് അവസാന നിമിഷം വരെയും അവള് പറഞ്ഞിരുന്നു. ഞാനും അങ്ങനെ ചിന്തിച്ചതാണ്. പിന്നീട് എന്റെ ദിയമോൾ എന്നെ കുറ്റപ്പെടുത്തി. അതിലുപരി മരിച്ചുപോയ ശ്രീകുമാറിന്റെ ആത്മാവ് എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ അയാളുടെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണീരും എന്നെ വല്ലാതെ ഉലച്ചു. പ്രസാദ് പറയുകയാണ്, എനിക്കറിയാമല്ലോ അതൊക്കെ. കോടതിയിൽ പോയത് നന്നായി. ഒരു കൊടും ക്രിമിനൽ അകത്തായല്ലോ. ഇനിയും ശല്യമുണ്ടാകും അവന്റെ അച്ഛന്റെ ഭാഗത്തു നിന്നും. എന്നെ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. എന്റെ മക്കളെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്നതാണ് എന്റെ വേദന. നമ്മളെ ദുർബലപ്പെടുത്താൻ അവർക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ മാഡം. എന്തായാലും ദീപമോളുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ വീടിനകത്ത് മോളിങ്ങനെ കഥകടച്ചിരിക്കുന്നതും ശരിയല്ല. നീയത്തി ബോൾഡാണല്ലോ. രണ്ടുപേർക്കും കൂടി കോളേജിൽ പോയാൽ എന്താ? അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നുണ്ട് പ്രസാദേ. ഇന്ന് തന്നെ ദിയയും ഞാനും കൂടി മോളെ പ്രഷർ ചെലുത്താൻ പോവുകയാണ്. നാളെ ഏതായാലും അവളെ കോളേജിൽ പറഞ്ഞു വിടണം. ഈ സമയത്ത് ധൈര്യത്തോടുകൂടി പുറത്തിറങ്ങുന്നതാണ് നല്ലത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ ദിയമോളുണ്ടല്ലോ. അങ്ങനെ തന്റെ ഇടത്തോടുകൂടി പുറത്തിറങ്ങിയാൽ മാഡത്തിനെയും മക്കളെയും ആക്ഷേപിക്കുന്നവരൊക്കെ നാവടക്കും. ശരി പ്രസാദ്, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾ 1-2 പേരേ ഉള്ളൂ. വീടിനകത്തൊരാള് അമ്മയുടെയും മക്കളുടെയും പരാജയം കാണാൻ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേസ് കോടതിയിൽ തോറ്റ ശേഷം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞ് കാർ എടുത്ത് പോവുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് കാണിക്കുന്നത് റൂമിൽ വിഷമിച്ചിരിക്കുന്ന ദീപയാണ്. അവിടേക്ക് വരികയാണ് ദിയ. അകത്തേക്ക് കയറി റൂമിൽ ലൈറ്റ് ഇടുകയാണ് ദിയ. ദിയ ചോദിക്കുകയാണ്, എന്താ ചേച്ചിയുടെ ഉദ്ദേശം? സമനില തെറ്റിയ ആൾക്കാർ മുറിക്കകത്ത് അടയ്ക്കപ്പെട്ടതുപോലെ. അതുപോലെയാണ് ഇപ്പൊ ചേച്ചിയുടെ അവസ്ഥ. കാലിൽ ചങ്ങല ഇല്ലെന്നേ ഉള്ളൂ. ദീപ പറയുകയാണ്, മിക്കവാറും എന്നെ ചങ്ങലക്കിടേണ്ടി വരും. ദിയ പറയുകയാണ്, നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ. ചേച്ചി തെറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്കറിയാം. ഞാൻ അതിരുവിട്ട പ്രവർത്തികൾ ചെയ്താലും ചേച്ചിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അങ്ങനെയുള്ളപ്പോൾ ആരെ പേടിച്ചിട്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്? പുറം ലോകം കാണാതിരിക്കുമ്പോഴാണ് ആൾക്കാർ സംശയിക്കുന്നത്. തന്റെ ഇടത്തോടു കൂടി പുറത്തേക്കിറങ്ങിയാൽ അധിക നാളൊന്നും നീണ്ടു നിൽക്കില്ല ഇപ്പൊ ഉണ്ടായ ഈ പേരുദോഷം. അന്നേരം അവിടേക്ക് വരികയാണ് ഭാഗ്യലക്ഷ്മി. ദീപയുടെ അടുത്തേക്ക് ഇരുന്ന ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോള് പറഞ്ഞത് കേട്ടില്ലേ? ഇതുപോലെയുള്ള അപവാദങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ അമ്മ. സസ്പെൻഷനിലായ വില്ലേജ് ഓഫീസറെ നോക്കി പലരും ചിരിച്ചിട്ടുണ്ട്. പോയി പണി നോക്കടാന്നും പറഞ്ഞ് അവരുടെ മുന്നിലൂടെ ഞാൻ നടന്നിട്ടുള്ളൂ. അങ്ങനെ നടന്നാലേ ജീവിതം ഉണ്ടാകൂ, ജീവിക്കാൻ പറ്റൂ. സോഷ്യൽ മീഡിയ ഒക്കെ നന്നായി തഴച്ചു വളരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ കഥകൾ ഉണ്ടാക്കാം, അത് പ്രചരിപ്പിക്കാം. അവിടെ വാടിത്തളർന്നു വീണുപോയാൽ ചവിട്ടി മെതിക്കാനേ ആൾക്കാരുണ്ടാകൂ. ദിയ പറയുകയാണ്, ചേച്ചിയുടെ ഈ സംഭവം നടന്ന ശേഷം എത്ര തവണ ഞാൻ പുറത്തിറങ്ങി. ആ സമയത്ത് പലരും എന്നെ തുറച്ചു നോക്കിയിട്ടുണ്ട്. അതിനേക്കാളും തീക്ഷ്ണമായ നോട്ടം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ നോക്കുന്നവർ കണ്ണെടുത്തോളും. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോള് ഇവൾക്കൊപ്പമല്ലേ പോകുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ കാര്യം ദിയ നോക്കിക്കോളും. കരഞ്ഞുകൊണ്ട് ദീപ ചോദിക്കുകയാണ്, ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും അമ്മേ? മോളെ അറിയാവുന്നവരാണ് ആ കോളേജിലുള്ള ടീച്ചേഴ്സും അവരുടെ ഫ്രണ്ട്സും ഒക്കെ. അവരിൽ അധികവും മോളുടെ കൂടെയേ നിൽക്കൂ. പിന്നെ എന്ത് സംഭവം ഉണ്ടായാലും അത് യൂട്ടിലൈസ് ചെയ്യാൻ നിൽക്കുന്ന ചിലർ ഉണ്ട്. അവർക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ കാണുന്നത് മാത്രമാണ് താല്പര്യം. ദിയ പറയുകയാണ്, എന്തായാലും നാളെ ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ എനിക്കൊപ്പം ചേച്ചിയും കാണും. മോളെ, അമ്മയ്ക്ക് വേണ്ടി നാളെ മോൾ അത് ചെയ്യണം. ചില സാമൂഹ്യ വിരുദ്ധന്മാരുടെ പ്രവർത്തികൾ കൊണ്ട് മോളുടെ പഠിപ്പ് മുടക്കരുത്. ഇത് ഫൈനൽ ഇയർ ആണ്. എക്സാം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പോകുന്നതും പോകാത്തതുമൊക്കെ മോളുടെ ഇഷ്ടമാണ്. എന്തായാലും ഇവള് പറഞ്ഞതുപോലെ നാളെ നിങ്ങൾ ഒന്നിച്ചു വേണം കോളേജിൽ പോകാൻ. ദീപയുടെ കവിളിൽ തലോടിയിട്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഭാഗ്യലക്ഷ്മി. തിരിച്ചുകൊണ്ട് ദിയ പറയുകയാണ്, ഞാനുണ്ട് കൂടെ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? നമ്മളെ ആരെങ്കിലും ഒരുപാട് വേദനിപ്പിച്ചാൽ അവരെ കൈകാര്യം ചെയ്യാൻ ഇപ്പോ നമ്മുടെ കസ്റ്റഡിയിൽ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു ബുള്ളറ്റ് ജഗനെ പറ്റി. പേരെടുത്ത ഗുണ്ടയാണ്. അയാൾ ഇപ്പോൾ പുറത്തില്ലെങ്കിലും അയാളുടെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെയുണ്ട്. ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് ഗുണ്ടായുസമൊക്കെ വേണ്ടിവരും ചേച്ചി. പിന്നീട് ജയിൽ സൂപ്രണ്ടിന്റെ അടുത്തെത്തുന്ന സദാനന്ദനെയാണ് കാണിക്കുന്നത്. സദാനന്ദൻ പറയുകയാണ്, എനിക്കറിയാം സാറൊക്കെ ഇവിടെ ഉള്ളപ്പോൾ അവന് ജയിലും വീട് പോലെ ആയിരിക്കുമെന്ന്. അതെ, പിന്നെ ഇവിടെ കുറച്ച് ക്രിമിനൽസ് ഒക്കെ ഉണ്ടല്ലോ. രാഷ്ട്രീയ ഗുണ്ടകളും എന്തിനും പോന്ന വേറെ ചിലരൊക്കെ ഉണ്ടല്ലോ. അവരെ നിയന്ത്രിക്കാൻ പാടാണ്.
സദാനന്ദൻ ചോദിക്കുകയാണ്, എന്ന് കരുതി കാർത്തിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് സൂപ്രണ്ട് പറയുകയാണ്, ദാ വരുന്നു മോൻ. നേരം അടികൊണ്ട പാടൊക്കെയായി അവിടേക്ക് വരികയാണ് കാർത്തി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്